കഴിഞ്ഞ കുറേ ദിവസങ്ങളായി കേരളം ചർച്ച ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മറ്റു വാർത്തകളൊന്നാണ് തിരുവനന്തപുരത്തെ ബി.ജെ.പി. കൗൺസിലറായ തിരുമല അനിലിന്റെ മരണം. അതിന്റെ തുടർച്ചയിൽ അന്വേഷണം, പ്രതിരോധത്തിലായി നിൽക്കുന്ന ബി.ജെ.പി. നേതൃത്വം, ഇതൊക്കെ നമ്മുടെ മുൻപിലുണ്ട്. ആ കേസിൽ അന്വേഷണം വളരെ വേഗത്തിൽ മുന്നോട്ട് പോകുന്നുവെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആ കുടുംബത്തിന്റെ മൊഴി വീണ്ടും രേഖപ്പെടുത്തുമെന്ന് അറിയുന്നു. ഒപ്പം തന്നെ ഈ ബാങ്കിലെ, അതായത് ഈ ഫാം ടൂർ സഹകരണ സംഘമുണ്ടല്ലോ, തിരുമല അനിൽ പ്രസിഡന്റായിരുന്ന സഹകരണ സംഘം, അവിടുത്തെ ഒരു ജീവനക്കാരി വളരെ പ്രധാനപ്പെട്ട മൊഴി ഇപ്പോൾ നൽകിയിട്ടുണ്ട്. ആ മൊഴിയിൽ പറയുന്നത്, ഈ പറയുന്ന തിരുമല അനിൽ ഈ ബാങ്കിലെ സാമ്പത്തിക പ്രശ്നങ്ങളെക്കുറിച്ചൊക്കെ ബി.ജെ.പിയുടെ കൗൺസിലർമാരെ ധരിപ്പിച്ചിരുന്നുവെന്നാണ്. പണം വേണം എന്നാവശ്യപ്പെട്ടിരുന്നു, തിരിച്ചടയ്ക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു എന്നൊക്കെ ഒരു ബാങ്കിലൊരു ജീവനക്കാരി ഇപ്പോൾ മൊഴി നൽകിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. തിരുവനന്തപുരത്ത് നിന്ന് ഷീജ ഈ അന്വേഷണ പുരോഗതിയുടെ സമഗ്ര വിവരങ്ങൾ നമുക്ക് നൽകും. ഷീജ, തിരുമല അനിലിന്റെ ആത്മഹത്യയിൽ ഏറ്റവും പുതിയ നീക്കങ്ങൾ എന്താണ്? ആ കുടുംബത്തിന്റെ മൊഴി വീണ്ടും രേഖപ്പെടുത്തുമെന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. അതോടൊപ്പം തന്നെ ആ സഹകരണ സംഘത്തിലൊരു ജീവനക്കാരി അനിൽ പറഞ്ഞ കാര്യങ്ങൾ മൊഴിയായി നൽകിയിട്ടുണ്ടെന്നും കേൾക്കുന്നു. ബി.ജെ.പി. കൗൺസിലർമാരോട് സംസാരിച്ച കാര്യമടക്കം. തീർച്ചയായും മനു, ഏതായാലും അനിലിന്റെ മരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൃത്യമായ രീതിയിൽ തന്നെ വേഗത്തിൽ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുകയാണ് പ്രത്യേക അന്വേഷണ സംഘം. ഇതിൽ കുടുംബത്തിന്റെ മൊഴി വീണ്ടും രേഖപ്പെടുത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. ആദ്യഘട്ടത്തിൽ തിരുമല അനിലിന്റെ ഭാര്യ നൽകിയ മൊഴിയിൽ പറയുന്നത് വ്യക്തിപരമായിട്ടുള്ള പ്രശ്നങ്ങൾ അല്ല അനിലിന്റെ ആത്മഹത്യക്ക് കാരണം. ഈ ഫാം ടൂർ സഹകരണ സംഘവുമായി ബന്ധപ്പെട്ടിട്ടുള്ള സാമ്പത്തിക പ്രതിസന്ധി പ്രശ്നങ്ങൾ തന്നെയാണ് ആത്മഹത്യക്ക് കാരണം എന്നുള്ളതാണ് നൽകിയിട്ടുള്ളത്. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് അനിലിന്റെ ഓഫീസിലെ ജീവനക്കാരിയുടെ മൊഴിയടക്കം എടുക്കുന്നതിലേക്ക് അന്വേഷണ സംഘം കടന്നത്. ഇതിലാണ് ഈ സരിത എന്ന് പറയുന്ന ജീവനക്കാരി നൽകിയിട്ടുള്ള മൊഴി. ആ മൊഴി ഏറ്റവും നിർണായകമാണ്. കാരണം അനിൽ കൗൺസിലർമാർക്കടക്കം, ബി.ജെ.പിയുടെ കൗൺസിലർമാർക്കടക്കം തുക വായ്പയായി നൽകിയിട്ടുണ്ടെന്നും അവർ ഈ തുക തിരികെ നൽകാത്തത് വലിയ തോതിലുള്ള പ്രതിസന്ധി ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളതടക്കമുള്ള കാര്യങ്ങൾ ഇവരോട് അനിൽ സംസാരിച്ചിട്ടുണ്ട്. അത് വലിയ തോതിലുള്ള മാനസിക സംഘർഷം ഉണ്ടാക്കിയിട്ടുണ്ട് അനിലിന് എന്നുള്ള കാര്യവും അനിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ആത്മഹത്യക്ക് കാരണം ആ വിഷയങ്ങൾ തന്നെയാണ് എന്നുള്ളതാണ് ഈ ജീവനക്കാരിയും മൊഴിയായി നൽകിയിട്ടുള്ളത്. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇപ്പോൾ കുടുംബത്തിൽ നിന്നും ഒന്നുകൂടി മൊഴിയെടുക്കുവാൻ വേണ്ടി പ്രത്യേക അന്വേഷണ സംഘം തീരുമാനിച്ചിട്ടുള്ളത്. ഈ മൊഴി എടുത്തതിനു ശേഷമായിരിക്കും ഈ ഫാം ടൂർ സഹകരണ സംഘവുമായി ബന്ധപ്പെട്ടിട്ടുള്ള അവിടെയുള്ള കൂടുതൽ ജീവനക്കാരെ ചോദ്യം ചെയ്യുന്നതിലേക്ക് പ്രത്യേക അന്വേഷണ സംഘം കടക്കുക എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും നിലവിൽ ഇതുവരെയുള്ള അന്വേഷണ പുരോഗതി വെച്ച് നിലവിൽ ലഭിച്ചിട്ടുള്ള വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് പറയുവാൻ വേണ്ടി സാധിക്കുക, മരണത്തിന് കാരണം ഈ സാമ്പത്തിക പ്രതിസന്ധി തന്നെയാണ്. ഈ അനിൽ പ്രസിഡന്റായിരുന്ന ഫാം ടൂർ സഹകരണ സംഘത്തിലെ സാമ്പത്തിക പ്രതിസന്ധി, അതിൽ വലിയ തോതിൽ മനംനൊന്ത് തന്നെയാണ് ഈ ഒരു ആത്മഹത്യയിലേക്ക് അനിൽ എത്തിയത് എന്നുള്ള കാര്യം തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിനെ സാധൂകരിക്കുന്ന മൊഴികൾ തന്നെയാണ് ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഏതായാലും അന്വേഷണം ആ രീതിയിൽ തന്നെ വേഗത്തിൽ മുന്നോട്ട് കൊണ്ടുപോകുക, അതോടൊപ്പം തന്നെ കൂടുതൽ പേരെ ചോദ്യം ചെയ്ത് ഇതിൽ ഒരു വ്യക്തത വരുത്തുക എന്നുള്ളത് തന്നെയാണ് നിലവിലിപ്പോൾ പ്രത്യേക അന്വേഷണ സംഘം തീരുമാനിച്ചിരിക്കുന്നത്. ഷീജ, മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടിയുണ്ടല്ലോ. ഇപ്പോൾ ഈ തിരുമല അനിലിന്റെ കുടുംബം, ആ കുടുംബത്തിന് ചുറ്റും എപ്പോഴും ബി.ജെ.പി. RSS നേതൃത്വത്തിന്റെ ഒരു വലയം, ഒരു കണ്ണ് ഉണ്ട് എന്ന വാർത്ത കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ പറഞ്ഞതാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് തുറന്നൊന്നും പറയാൻ കഴിയാത്തൊരു സാഹചര്യമുണ്ട്. വലിയ സമ്മർദ്ദം ആ കുടുംബത്തിന് മേലുണ്ട് എന്ന ഒരു പ്രധാനപ്പെട്ട വിഷയം നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവരിൽ നിന്ന് ഒരു പരിധിക്കപ്പുറത്തേക്ക് കാര്യങ്ങൾ കിട്ടാനുള്ള സാധ്യതയുണ്ടോ മൊഴിയായിട്ട്? ഏതായാലും ഈ വിഷയമടക്കം പ്രത്യേക അന്വേഷണ സംഘത്തിന് മുന്നിൽ നിലനിൽക്കുന്ന വിഷയങ്ങളാണ് മനു. അതുകൊണ്ട് തന്നെ ഈ പ്രത്യേക അന്വേഷണ സംഘം ചോദ്യം ചെയ്യാനല്ല മൊഴിയെടുക്കാനായി എത്തുമ്പോൾ ആ രീതിയിൽ പ്രത്യേകമായി തന്നെ മാറ്റി നിർത്തി തന്നെയാണ് മൊഴിയെടുപ്പൊക്കെ നടക്കുന്നത്. അവിടെ മറ്റാർക്കും പ്രവേശനമില്ല. പക്ഷേ ആ കുടുംബവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മറ്റാരെങ്കിലും ഈ അനിലിന്റെ ഭാര്യയെയോ കുടുംബാംഗങ്ങളെയോ കാണാനെത്തുകയാണെങ്കിൽ ഈ പറയുന്നത് പോലെ തന്നെ വലിയ ഒരു വലയം അവിടെ ബി.ജെ.പി. നേതാക്കൾ തീർത്തിട്ടുണ്ട്, ബി.ജെ.പി. പ്രവർത്തകർ തീർത്തിട്ടുണ്ട്. അതിന് വലിയൊരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത്, രാജീവ് ചന്ദ്രശേഖർ അടക്കം അവിടെ എത്തിയപ്പോൾ നിങ്ങൾ കൊണ്ടുപോയി കൊല്ലിച്ചില്ലേ എന്ന് പറയുന്ന രീതിയിലുള്ളൊരു ചോദ്യം അത് അനിലിന്റെ ഭാര്യ ഉന്നയിച്ചിരുന്നു. അത് അത്രത്തോളം വലിയ സങ്കടം അവർക്ക് ആ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ടുണ്ട്, അനിലിനെ നഷ്ടപ്പെട്ടതിൽ ഉണ്ട് എന്നുള്ളത് കൊണ്ടും അതോടൊപ്പം തന്നെ ഈ പ്രയാസങ്ങളെല്ലാം ഉണ്ടായതും പാർട്ടി സഹായിക്കാത്തത് കൊണ്ടാണ് എന്നുള്ളൊരു വിഷയവും ഈ കുടുംബത്തിന് കൃത്യമായ രീതിയിൽ ധാരണയുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് അത്തരത്തിലൊരു പരാമർശം അവരുടെ ഭാഗത്ത് നിന്നും ഉണ്ടായത്. അത് കൂടുതൽ പേർ എത്തുമ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ വെളിപ്പെടുത്താൻ പാടില്ല എന്നുള്ളത് മുൻനിർത്തി തന്നെയാണ് അത്തരത്തിലൊരു വലയം അവിടെ ഈ ബി.ജെ.പി. പ്രവർത്തകർ തീർക്കുന്നത്. പക്ഷേ ഈ മൊഴിയെടുക്കലിനെ അത് സാരമായി ബാധിക്കുകയില്ല എന്നുള്ളത് തന്നെയാണ് അന്വേഷണ സംഘം വ്യക്തമാക്കുന്നത്. മനു, ഈ വിവരങ്ങൾ നമുക്ക് നൽകിയത്. ഏതായാലും
BJP നേതൃത്വം വല്ലാതെ പ്രതിസന്ധിയിലാണ്. തങ്ങൾക്കെതിരെ എന്തെങ്കിലും ആ കുടുംബത്തിന്റെ കയ്യിൽ നിന്ന് കിട്ടിയാൽ അത് വലിയ പ്രശ്നമുണ്ടാക്കുമെന്ന് അവർക്കറിയാം. അതുകൊണ്ട് തന്നെ ആ കുടുംബത്തെ വല്ലാതെ സമ്മർദ്ദത്തിലാക്കുന്നുണ്ട്, ഒരു വാക്ക് പോലും പാർട്ടിക്കെതിരെ പറയാതിരിക്കാൻ എന്ന ഒരു പ്രധാനപ്പെട്ട ആശങ്ക അവിടെ നിൽക്കുന്നുണ്ട്. അതൊരു വാർത്തയായി കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പുറത്തേക്ക് വരികയും ചെയ്തതാണ്. ഏതായാലും ആ വിഷയവും അന്വേഷണ സംഘത്തിന്റെ പരിധിയിലുണ്ട് എന്നാണ് ഇപ്പോൾ ഷീജ നമ്മളോട് പറഞ്ഞത്.